ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. പുതിയൊരു ഗാർഡനിങ് വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ നല്ല ഉപകാരമാകും. കാരണം നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടാറുണ്ട്. പ്ലാന്റ്സിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ വീട്ടിൽ നിറയെ പൂക്കളും ചെടികളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്ലാന്റ്സ് നല്ല ഭംഗിയിൽ പൂടാനും ലീവ്സിനൊക്കെ ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരമൊക്കെ എൻ്റെ പ്ലാന്റ്സിന് ഞാൻ കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പം പ്ലാന്റ്സിനോടൊക്കെ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്ലാന്റ്സിൻ്റെ ലീവ്സ് ഇപ്പോൾ ഒന്നെങ്കിൽ വെയിൽ കൊണ്ടാവും, അതല്ലാതെ ഫംഗണൽ പ്രശ്നം കൊണ്ടോ വേറെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ലീവ്സ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിപ്പോവുകയോ അതല്ലെങ്കിൽ ഇപ്പോൾ ലീഫിൻ്റെ അറ്റം മാത്രം ഇങ്ങനെ കരിഞ്ഞു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഇങ്ങനെ മഞ്ഞ കളറായി പോവുക, അല്ലെങ്കിൽ പോട്ടിൽ കാണുമ്പോൾ ഒരു ഭംഗിയില്ലാതെ ഇങ്ങനെ കണ്ടില്ലേ, ഈ ലീഫൊക്കെ കണ്ടില്ലേ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ഡ്രൈ ആയി പോവുക. ഇതൊക്കെ ഒരു പ്ലാന്റ്സിൻ്റെ കുറച്ച് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന മാറ്റം നമുക്ക് ഒരൊറ്റ ആഴ്ച കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇന്ന് കാണിക്കുന്ന ഈ ഒരു കാര്യം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പം ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, ഒക്കെ കണ്ടില്ലേ, നോക്കൂ, അറ്റൊക്കെ എന്ത് നല്ല പ്ലാന്റ് ആയിരുന്നു, പക്ഷെ അറ്റൊക്കെ നാശമായി പോകുന്നുണ്ട്, കണ്ടില്ലേ. അപ്പം ഇത് കഴിഞ്ഞ 2 ആഴ്ച ഞാൻ വീട്ടിലില്ലായിരുന്നു, അതുകൊണ്ട് പറ്റിയ പ്രശ്നമാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണിത്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കഞ്ഞിവെള്ളം ഉണ്ടാവും അല്ലേ. അപ്പോൾ കഞ്ഞിവെള്ളം കൊണ്ടാണ് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. നിങ്ങൾ ആദ്യം തന്നെ ഇന്നത്തെ കഞ്ഞിവെള്ളം അവിടെ എടുത്ത് വെച്ചേക്കാം. നാളെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കട്ടിയായിട്ടുള്ള കുറച്ച് പുളിച്ച എന്ന് വെച്ച് ഒരുപാട് പുളിച്ചു പോകുന്ന 2-3 ദിവസം കഴിഞ്ഞ കഞ്ഞിവെള്ളം എടുക്കാതിരിക്കുക കേട്ടോ. എന്നൊരു കഞ്ഞിവെള്ളം എടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത്ര കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കഞ്ഞിവെള്ളത്തിനനുസരിച്ച് 2-3 സ്പൂൺ മഞ്ഞൾപ്പൊടിയായിട്ട് ഇട്ട് കൊടുക്കുക. കാരണം ഫംഗണൽ പ്രശ്നങ്ങൾക്ക് ഇത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡി വേറെ ഇല്ല. പ്ലാന്റ്സിന് പ്രതിരോധശേഷി കൂടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സാധനമാണ് ഈ മഞ്ഞൾ. അപ്പം നമ്മൾ മഞ്ഞളിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ചാരാണ് കേട്ടോ. ഞാൻ ഇത്ര കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു കുഞ്ഞു ചിരട്ട നിറയെ ചാരാണ് എടുത്ത്. ഇത് നമ്മുടെ സാധാരണ നമുക്ക് നമ്മുടെ പ്ലാന്റ്സിന് ഈ ഒരു റെമഡി കൊടുക്കാം കേട്ടോ. പക്ഷേ രോഗം വരാത്ത പ്ലാന്റ്സിനാണെങ്കിൽ നിങ്ങൾ ഇത്ര ചാരം എടുക്കരുത്, ഒരു കുഞ്ഞു പിടി ചാരം എടുക്കാവുള്ളൂ. സാധാരണ ചെടികൾക്ക് നമുക്ക് ഇതേ ഫെർട്ടിലൈസർ കൊടുക്കാം. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മൾ രോഗം വന്ന ചെടികൾക്കാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും അധികം എടുത്തത് കേട്ടോ. അല്ലെങ്കിൽ അത്ര നല്ലതല്ല, ഒരുപാടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇനി പിന്നെ ചാരം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കൈകൊണ്ടൊന്നും ഇളക്കാൻ നിൽക്കേണ്ട. ചിലപ്പം കഞ്ഞിവെള്ളവും പുളിച്ചതാണ് ചാരമായിട്ട് നമുക്ക് കൈക്കൊരു പ്രയാസം വരും. അപ്പോൾ സ്പൂണൊക്കെ ഇട്ട് ഇളക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളിത് ഒരു ബക്കറ്റ്, ഇത് 5 ലിറ്ററിൻ്റെ ബക്കറ്റാണ് എൻ്റെ. നിങ്ങൾ സാധാരണ ചെടികൾക്കാണ് ഒഴിക്കുന്നതെങ്കിൽ നമുക്ക് 10 ലിറ്റർ വെള്ളം എടുക്കാം. ഇതിപ്പോൾ രോഗം വന്ന ചെടികൾക്കായതുകൊണ്ട് തന്നെ ഞാൻ 5 ലിറ്ററിൻ്റെ ബക്കറ്റാണ് എടുത്തത്. എന്നിട്ട് നമുക്ക് പ്ലാന്റ്സിനൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിനൊക്കെ കണ്ടില്ലേ ലൈറ്റ് യെല്ലോ ലീഫായി പോയില്ലേ, ഇതിലൊക്കെ കണ്ടില്ലേ യെല്ലോ ലീഫ്. അപ്പം ഇത് പല പല കാരണം കൊണ്ടും ഉണ്ടാവാറുണ്ട്. മെയിനായിട്ടും ചിലപ്പോൾ ഇപ്പം ഭയങ്കര ചൂടല്ലേ, അപ്പം ചൂട് കൊണ്ടും ഇങ്ങനെ വരാറുണ്ട്. അങ്ങനെ ചൂട് കൊണ്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഇങ്ങനെ വരാറ് മണ്ണിൽ ഒരുപാട് ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ വരാറുണ്ട്. അപ്പം വളക്കുറവുകൊണ്ട് വരാറുണ്ട്. അപ്പം കീടനാശിനി ഉപയോഗിക്കാത്തതുകൊണ്ട്, അങ്ങനെ പല പല പ്രശ്നം കൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം വരും. മണ്ണിൻ്റെ പ്രശ്നമായിട്ടുള്ള പൊട്ടാസ്യക്കുറവ്, മഗ്നീഷ്യക്കുറവ്, അങ്ങനെയുള്ള പ്രശ്നം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വരാറ്. അപ്പം നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്നതോടുകൂടെ ആ കാര്യം സെറ്റായിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ്സ്, ഇത് നമ്മുടെ പഴയ പ്ലാന്റ് ആണ് തോന്നുന്ന പോലത്തെ മാറ്റം വരാറുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ കൊടുക്കുമ്പോൾ മണ്ണിൻ്റെ pH ബാലൻസ് ആവാറുണ്ട്. പിന്നെ കീടങ്ങളും പ്രതിരോധിക്കുക. അപ്പം
ഒരുവിധം പ്ലാന്റ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരൊറ്റ ഫെർട്ടിലൈസർ കൊണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമ്മുടെ ജമന്തിപ്പൂക്കൾ ചാനലിൽ നിറയെ വീഡിയോസ് ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ജമന്തിപ്പൂക്കൾ സെർച്ച് ചെയ്ത് കണ്ടാൽ മതി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണെ എനേബിൾ ചെയ്തോളൂ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.